വൺ ഓഫ് മൈ ക്ലയൻസ് അവരെന്നെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്നത് അവരുടെ ലൈഫിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടെ പോയി മാനസികപരമായിട്ട് വളരെ തകർന്നിരിക്കുന്ന ഒരു ടൈമിലാണ്. അതിൻ്റെ ഒരു ട്രോമ, അതിൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെയായിരുന്നു അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്തും ആ റിലേഷൻഷിപ്പിനെ പറ്റി, ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളിൽ നിന്നാണ് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ വരുന്നത്. എങ്ങനെയെങ്കിലും അതൊന്ന് പുറത്തേക്ക് വരണം, മറക്കണം എന്ന് വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലുള്ള ഒരുപാട് ഓർമ്മകളാണ് അവർക്ക് ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അവരെങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് 143 എന്ന് പറയുന്ന നമ്പറാണ്. ബിക്കോസ് അത് അവരുടെ ലൈഫിൽ അത്ര വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അവരുമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി എപ്പോഴും അവരോട് പറയുന്ന ഒരു വാക്കായിരുന്നു ഐ ലവ് യു എന്ന് പറയുന്നതിന് പകരം 143 എന്നാണ് പറയുന്നത്. സോ അവർ അത്രമാത്രം ആ ഒരു നമ്പറിനോട് കണക്റ്റഡ് ആണ്. അവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിരുന്നു ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്. ഈവൻ അവർ ഒരുമിച്ച് താമസിച്ച വീടിന്റെ നമ്പർ പോലും 143 ആയിരുന്നു. അവർ ഒറ്റ കാരണം കൊണ്ട്, അതായത് ഡെയിലി ഈ നമ്പർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീടിന് പുറത്തു പോകുന്ന സമയത്തും വരുന്ന സമയത്തൊക്കെ ഈ നമ്പർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതലൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിന് ഒരു രീതിയിലും പുറത്തേക്ക് വരാൻ സഹായിക്കാത്തൊരു കാര്യമായിരുന്നു. സോ അങ്ങനെ അവർ വീട് മാറാം എന്നുള്ളൊരു സ്റ്റേജിലൊക്കെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. സോ എപ്പോഴൊക്കെ അവർ ഈ നമ്പർ കാണുന്നു അപ്പോഴൊക്കെ അവർ ഡ്രെയിൻ ആയി പോവാണ്. ആ ഒരു മിസ്സിങ് അല്ലെങ്കിൽ ആ ഒരു ലാക്നെസ് കൂടുതൽ കൺഫേം ചെയ്യുന്നത് പോലെയാണ്. സോ അവർക്കത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് ഡീൽ ചെയ്യുക എന്നുള്ളത്. എനിക്കറിയാം അവർ വളരെ സിവിയർ ആയിട്ടുള്ളൊരു സ്ട്രഗിൾ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ഇമോഷൻസ് ഒന്നും മാറ്റി പിടിക്കാം. ഇനി 143 കാണുന്ന സമയത്ത് അത് നമുക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് നോക്കാം. അതായത് 1 എന്ന് പറയുന്നത് നമുക്ക് ഐ ആക്കാം, അല്ലെങ്കിൽ ഐ ആം എന്നാക്കാം. ക്രിയേഷൻ്റെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നതും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഐ ആം എന്ന വാക്കുന്നാണ് അല്ലേ? ആ ഐ ആം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഐ ആം പവർഫുൾ, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം അട്രാക്റ്റീവ്. ഒരു പവർ എന്ന് പറയുന്നത് ഐ ആം കൂടെ വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഐ ആം ആദ്യം വരുന്ന സമയത്താണ്. സോ 1 എന്ന് പറയുന്നത് ഐ ആം. 4 എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? ഈ ഐ ആമിൻ്റെ കൂടെ 4 പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞു അവരുടെ അടുത്ത്. അത് 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ പറഞ്ഞു. സോ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അത് അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ അത് അവർ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതെങ്ങനെ വർക്ക് ആവും എന്നുള്ള ആ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് ഓക്കെ ട്രൈ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ ഓക്കെ ഗോപിക ഞാനത് ട്രൈ ചെയ്ത് നോക്കാം എന്ന് അവർ പറഞ്ഞു. പിന്നീട് അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഒരു 1 വീക്കിന് ശേഷമാണ്. അവർ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു അന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഗോപിക എന്ത് മാജിക് ആണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനീഷ്യലി ഗോപിക അങ്ങനെ പറയുന്ന സമയത്ത് അതെങ്ങനെ വർക്ക്ഔട്ട് ആവും ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ചെയ്തതാണ്. അപ്പോഴൊക്കെ അവർ ഈ ഐ ആം ചേർത്ത് പറയുന്നത് ഐ ആം വേഴ്സി, ഐ ആം സ്ട്രോങ്, ഐ ആം ഇന്നഫ്, ഐ ആം ഫ്രീ. ഈ 4 വാക്കായിരുന്നു അവർ ഇനീഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനീഷ്യലി അവർ ഡെയിലി കാണുന്ന പ്ലേസിൽ മാത്രമേ ഈ ഒരു നമ്പർ ഉണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ചത് അവരെവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ ഈ 143 അവർ കാണാൻ തുടങ്ങുകയാണ്. അപ്പം അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകൾ അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഇനീഷ്യലി ഐ ആം വേഴ്സി, ഐ ആം ഫ്രീ, ഐ ആം ഇന്നഫ്, ഐ ആം സ്ട്രോങ് എന്ന് പറയുന്ന പ്ലേസിൽ അവിടെ മാറ്റി അവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ പോലും അറിയാതെ ഡേ ടു ഡേ ഇതിൻ്റെ ഒരു റെപ്പിറ്റേഷൻ അവിടെ കൂടാണ് ചെയ്യുന്നത്. ആൻഡ് അവർ പോലും അറിയാതെ അവരുടെ ഫ്രീക്വൻസിയിൽ മേജർ ആയിട്ടുള്ള ഷിഫ്റ്റ് അവിടെ സംഭവിക്കുകയാണ് ചെയ്തത്. ഒരു മാജിക് പോലെയായിരുന്നു അവരുടെ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെയല്ല വീണ്ടും അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ആൻഡ് അവർക്ക് അത് ആക്ച്വലി ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ കൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവർ ആക്ച്വലി മറന്നുപോയി അത് പെയിൻ ആയിട്ട് എടുക്കണം എന്നുള്ളത്. അതായത് ഈ നമ്പർ കാണുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്യണം, ഈ ഒരു വ്യക്തിയെ മിസ് ചെയ്യണം, എൻ്റെ ഈ പാസ്റ്റിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി അവിടുന്ന് ഡിസ്കണക്ട് ആയി പോയി. ആ ഒരു എനർജി അവരുടെ ഉള്ളിൽ പോയി. ഇൻസ്റ്റീഡ് അവരെന്തൊക്കെ വാക്കുകൾ വെച്ചിട്ടാണോ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് സംഭവിക്കാൻ തുടങ്ങി. അവരുടെ ലൈഫിൽ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് അവരെ കണക്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സ്റ്റോറി നിങ്ങളടുത്ത് പറയാൻ കാരണം പുതിയൊരു ടെക്നിക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. 143 ടെക്നിക് ഉണ്ട്, എനർജി ഷിഫ്റ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഒരു സമയത്ത് അവർ വളരെ സന്തോഷമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം പിന്നീട് അവരുടെ ഒരു വലിയൊരു പെയിൻ ആയിട്ട് മാറുകയാണ്, വലിയൊരു പേടിയായിട്ട് മാറുകയാണ്. ആ ഒരു പെയിൻ ആണ് അവരുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അത് അവർ എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് ലൈക്ക്
അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഗോപിക ദിസ് ഇസ് ട്രൂലി എ മാജിക് എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയി വന്നതിന് ശേഷം ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 143 നമ്പർ കാണുക എന്നുള്ളതാണ് അല്ലെ. അതാണ് അവരുടെ ഒരു ഓർമ്മ, അതാണ് അവരെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഓരോ ആളുകൾക്കും ഓരോ പോലെ ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള ഒരു പാട്ടായിരിക്കാം, നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളായിരിക്കാം. അതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ വിഷമമായിട്ട് വളരെ പെയിൻഫുൾ ആയിട്ട് എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂ. അതിനി കാണുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു അഫർമേഷൻ, ഓക്കെ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു പാട്ട് ഞാൻ ഓർക്കുന്ന സമയത്ത് ഞാൻ പറയാൻ പോകുന്ന അഫർമേഷൻ ഇതാണ്: ഐ എം ഇന്നഫ്, ഐ എം വേഴ്സി, ഐ എം സ്ട്രോങ്, ഐ എം ഫ്രീ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ ആ ഒരു ഐഡിയ കൊടുക്കൂ. എപ്പോഴൊക്കെ നിങ്ങൾ അത് കാണുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ അത് റിപ്പീറ്റഡ് ആയിട്ട് പറയാം. നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ സബ് കോൺഷ്യസ്ലി അതിൻ്റെ ഒരു കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകും. ഇറ്റ്സ് ലൈക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഒരു റെഡ് കാർ നിങ്ങൾ നോക്കണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇനി റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് മൊത്തം റെഡ് കാർ ആയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് എല്ലാ സ്ഥലത്തും എവിടെയും കാണാൻ സാധിക്കും അല്ലേ. സോ നിങ്ങൾക്ക് ആ ഒരു പെയിൻ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അത് എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ കൂട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫ്രീക്വൻസി അങ്ങനെ റേസ് ചെയ്യാനാണ് നിങ്ങളത് സഹായിക്കുന്നത്. റൈറ്റ്. സോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറി ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിന്ന് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വലിയൊരു പേടി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സോ നിങ്ങളുടെ ആ ഒരു ബിഗ്ഗസ്റ്റ് പെയിൻ, ഫിയർ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ മാറ്റിയെടുക്കുക. സോ നിങ്ങൾ പ്രോബബ്ലി ചിന്തിക്കുന്നുണ്ടായിരിക്കണം ആ ലേഡി ഇപ്പം എവിടെ ഉണ്ട് എന്നുള്ളത് അല്ലെ. അവർ വിദേശത്താണ്, കല്യാണം കഴിച്ചൊരു ഏഞ്ചൽ ബേബിയുടെ അമ്മയാണ്. ഇപ്പോൾ അവർ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു.